ഗൈസ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂർക്ക അറിയാമല്ലോ, കൂർക്ക. അപ്പൊ കൂർക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ്. കൂർക്ക നമുക്ക് ഇന്നൊരു ചാറുകറി വെക്കാം, തേങ്ങ അരച്ച്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. കൂർക്ക എങ്ങനെയാ അമ്മ വെക്കുന്ന? അടുപ്പ വെച്ചു വേണ്ടേ വെച്ച് അതിന്റെ കൂടെ ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. മുളക് പൊടി മഞ്ഞപ്പൊടി ശാലാകുമ്പോ ഇച്ചിരി ഉപ്പ് ഇടണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിനുള്ള അരപ്പുകളും കാര്യങ്ങളും എല്ലാം ചേർത്ത് വേണം പിന്നെ വെക്കാൻ. തേങ്ങ തീയിലായിരുന്നു ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചു. പിന്നെ അവർക്ക് ഇന്ന് ഇവിടെ തീയിലല്ല, അന്ന് തേങ്ങ അരച്ച് ചാറ് വെക്കാന്ന് വിചാരിച്ചു. മസാല ഇട്ടും വെക്കാം, പുളി ചേർത്തും വെക്കാം. അത് രണ്ടിലേക്കും ഒന്ന് ഉചിത വേഗം ചാതി ചേർത്തങ്ങ് വെക്കാം. ഇപ്പൊ നോക്കട്ടെ, അടുപ്പോട്ട് വെച്ചുള്ളൂ, വേട്ടെ വേദനുസരിച്ച് നമുക്ക് നോക്കാം എന്നാ ചേർത്താ വെക്കേണ്ടതെന്ന്. എന്തായാലും തേങ്ങ അരച്ചാ വെക്കുന്നത്, തീയലല്ല വെക്കുന്നത്. നമുക്ക് നോക്കാം, അത് വേഗട്ടെ, അന്നേരത്തിന് ബാക്കിയെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. നമുക്ക് ആ കൂർക്കയുടെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ, കുഞ്ഞുള്ളിയും കൂടി ഇടാം. ഇതുണ്ട്, അരിഞ്ഞിട്ടുണ്ടോ? പൊളന്നിട്ടുള്ളൂ, രണ്ടായിട്ട് പൊളന്ന്. അതും കൂടെ അതിലൂടെ ഇടാം. അതുകൂടെ എന്നിട്ട് വേഗട്ടെ. അതുകൂടെ നമ്മള് കൂർക്ക, മഞ്ഞപ്പൊടി, മുളക് പൊടി, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടു. അടുപ്പ് ഉപ്പിട്ടിട്ടില്ലല്ലേ? ഉപ്പ് ഒരു ശകലം ഒന്നായിട്ട് ഉപ്പിടാനുണ്ട്. ഉപ്പും കൂടി ഇട്ട് വന്നിട്ട് വേവിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടുള്ള വേണം. കൂർക്കൊക്കെ ഇച്ചിരി വേവുള്ളതാ. എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ട് പിന്നെ അതിനകത്ത് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ കൂർക്ക തീയൽ വെച്ചിട്ടുണ്ട്, മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്. ചാറ് ഞാൻ പണ്ടങ്ങാണ്ട് കൊച്ചിലെങ്ങാണ്ടൊന്ന് വെച്ചതാ. കൊച്ചിലെ എന്റെ കൊച്ചിലെ അമ്മമാര് വെച്ച് കണ്ടിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഊഹത്തിലൊന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചു. എന്തായാലും തീയലാണെങ്കിൽ പെട്ടെന്നുണ്ട്. ചാറുകറി നമുക്കൊന്ന് രണ്ടു തരത്തിൽ വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് നോക്കി അങ്ങ് വെക്കാം. വെച്ചിട്ട് ചോദിച്ചായിരുന്നു എങ്ങനെയാ കൂർക്ക തോരൻ വെക്കുന്നത്. ഞങ്ങളൊക്കെ മെഴുക്കുവരട്ടിയേ വെച്ചിട്ടുള്ളൂ. കൂർക്ക തോരൻ വെക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാ കേട്ടോ. നമ്മൾ തേങ്ങയും എല്ലാം ഇട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാ കൂർക്ക തോരനും. അതുപോലെ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പം കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു ഏത് അരി ഇട്ടാ അരച്ചത്. ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തു. ഞങ്ങള് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ഇട്ട് അരച്ചത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇഷ്ടം പോലെ പച്ചരി സർക്കാർ നമുക്ക് തരുന്നുണ്ട്. അന്നേരം ആ കൂടെ പിന്നെ പോയിട്ട് 10-30 രൂപ കൊടുത്തൊന്നും കടയിൽ ചെന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അരി ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി നല്ല പച്ചരിയാ. അതിട്ടാ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും പാലപ്പം ഉണ്ടാക്കുന്നതും വെള്ളയപ്പം ഉണ്ടാക്കുന്നതും എല്ലാം ആ അരി ഇട്ടാ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ അരി തന്നെ ഇട്ടാണ് ഇന്നലെ ഇഡ്ഡലിക്ക് അരച്ചേക്കുന്നത് കേട്ടോ. അല്ല വേറെ അരി ഒന്നും മേടിച്ചിട്ടില്ല. നമ്മള് പിന്നെ അരപ്പെടുക്കാതെ അരപ്പെടുക്കുന്ന എങ്ങനെയാന്ന് കാണിക്കാം. വേഗന്നേ ഉള്ളൂ, പക്ഷെ അതിന് മുമ്പ് നമ്മൾ അരച്ചു വെക്കും അല്ലേ അമ്മ? തേങ്ങ എടുത്തു. അമ്മയുടെ മുഖത്ത് തേങ്ങ ഇട്ടു. ഇവിടെ സൈഡിൽ തേങ്ങ, ഇത്ര മല്ലിപ്പൊടിയും കൂടി ഇട്ടേക്കാം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതെല്ലാം കൂടെ അത് ഒരു ശകലം കൂടെ ഇടാം. അതിന് പുളി ചേർക്കുന്നില്ല, അതിന് പകരം മസാലപ്പൊടി ചേർത്താണ് തേങ്ങ അരച്ച് വെക്കുന്നത്. പിന്നെ ചിലര് പുളി ചേർത്ത് വെക്കും. പുളി ചേർത്ത് വെക്കുന്നവരുണ്ട്, വെക്കുന്നവരുണ്ടായിരിക്കും. 2 ഉള്ളിയും കൂടി ഇട്ടേക്കാം. അതിനൂടെ ഒരു 3 കുഞ്ഞുള്ളിയും കൂടി ഇട്ടു. നല്ല ചോവിനെ ഒന്ന് അരക്കില്ല. ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഇട്ട് തന്നെ. നിങ്ങളത് ഓർക്കും പച്ചമുളക് ഇട്ടില്ല. പച്ചമുളക് 2 എണ്ണം ഇട്ട് പച്ചമുളക് ഇട്ട് വെച്ചാലേ വേറും അതായത് കളറങ്ങും. അന്നേരം ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുമ്പോൾ അതിന് വേറൊരു കളറും കൂടെ വരും കറിക്ക്. അതായത് ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചത് 2 പച്ചമുളക് കണ്ടിച്ചിട്ടുള്ളായിരുന്നു. അതിന്റെ കൂടെ ഇതും കൂടെ. അതിനകത്ത് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതന്നെ. അല്ല പിന്നെ വെറും പച്ചയ്ക്ക് അരച്ച് വെക്കുന്നെന്ന് പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുമ്പോൾ വേറൊരു കളറും ആവും, വേറെ ടേസ്റ്റും ആവും. അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് വെച്ചേക്കുന്നത്. ഇതെല്ലാം കൂടി ഞാനൊന്ന് അരക്കട്ടെ. അരച്ചിട്ട് കാണിക്കാം. കേശുവിടെ ഭയങ്കര ബഹളം കണ്ടില്ലേ. കേശുവിനെ എപ്പോഴും എടുത്തോണ്ട് നടക്കണം. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ നേരമില്ല കേശു കൂട്ടണം. അല്ലെങ്കിൽ എല്ലാം ഡെയിലി വീഡിയോ ചെയ്തിട്ടാണ്. പക്ഷെ കേശുവിന്റെ ഈ ബഹളം കൊണ്ടാ. ഇതുണ്ടല്ലേ, എടുത്തോ എന്ന് പറഞ്ഞ് നിൽക്കുവാ തെമ്മാടി. എടുത്തു ചെല്ലടി കൊണ്ടരക്കും. ഞാൻ അരക്കട്ടെ. വാഴക്കാളി കേശു കുഞ്ഞ് ദൈവം അത്ര പഞ്ചാര ഞങ്ങൾ പൊന്നാരി. ഒരു ടാറ്റ കൊടുത്തേ എല്ലാവർക്കും. ഒരു ടാറ്റ പറ. ഞാൻ എന്നാ ചെയ്യുന്ന എടുക്കുന്ന അവൻ അറിഞ്ഞാൽ മതി. അവൻ വേറെ ഒന്നും അറിയാൻ. ടാറ്റ പറഞ്ഞേ. ഒറ്റ കൊടുത്തേ എല്ലാവർക്കും. ഒറ്റ അങ്ങനെ ഒരു മൂടില്ല. ഇത് അരയ്ക്കാൻ പോവാ. അച്ഛൻ അരക്കട്ടെ. അച്ഛൻ അരച്ചിട്ടെടുക്കാം. ഇതിലോട്ട് ഇച്ചിരി ഉപ്പിടാം. ഉപ്പ് നമ്മൾ മുമ്പ് ഇട്ടില്ലായിരുന്നു. പകുതി മുക്കാലും വേവായി. ശകലം കൂടെ വെന്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചേർക്കാം ഇതിലോട്ട്. അത് വേഗട്ടെ. ശകലം കൂടെ വെന്താൽ നല്ല വേവുണ്ട് കൂർക്കയ്ക്ക്. പിന്നെ
അങ്ങനെ നമ്മുടെ കൂർക്കതേ വെന്തു. ഇതുണ്ടോ, വെന്തിട്ടുണ്ട് കൂർക്ക. നല്ലോണം വെന്തു. ഇനി നമുക്കിതിലോട്ട് അരപ്പൊഴിക്കാം. മുമ്പേ അരച്ച് വെച്ച മല്ലിപ്പൊടി അല്ലേ, മല്ലിപ്പൊടി, ഗരം മസാല കൂട്ടായിരുന്നു, അതേ പൊടിച്ച് വെച്ചിരുന്നതിൻ്റെയാണ്. അതെ, അല്ലെങ്കിൽ അതില്ലാത്തൊരു പെരുംജീരകവും എല്ലാം കൂടെ ശകലം അരച്ചാൽ മതി. മഞ്ഞപ്പൊടി എല്ലാം കൂടെ നല്ലോണം അരച്ചതേ ഉണ്ടോ, അരച്ചെല്ലാം കൂടെ നമുക്ക് 2 കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അരച്ച് ചേർക്കുവാണ്. ചാറേറെ വേണ്ടവർക്ക് വെള്ളമൊക്കെ നീട്ടാം. ചാറും കൂടെ വേണം. ശരി, വെള്ളവും കൂടെ ഒഴിച്ചു. മിക്സിയുടെ ജാറ് കഴുകി മുളക് പൊടിയും കൂടെ ഇട്ടുകൊണ്ടാണ് നമുക്ക് ഈ കളർ വന്നത്. അല്ലെങ്കിൽ തീരെ അങ്ങ് വെള്ള പോലെ കളർ തന്നെയായിരുന്നു, വെളുത്തിരിക്കും. ചൂടുവെള്ളമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. രാവിലെ ചൂടുവെള്ളം വെക്കുന്നുണ്ട്, എല്ലാത്തിനകത്ത് ഞാനങ്ങ് ചൂടുവെള്ളം വയ്ക്കും. അതാകുമ്പോൾ പച്ചച്ചോവ കിട്ടത്തില്ല കൊണ്ട് കലക്കി. ഇനി തിളയ്ക്കണം. തിളച്ചപ്പം തന്നെ ഇനി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചതിനകത്ത് വയ്ക്കാം. അങ്ങനെ ചട്ടി വെച്ച് ചൂടായി. ചീനിച്ചട്ടി നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് കടുക് വറുക്കാൻ പോവാണ് കറിക്ക്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തല്ലേ അമ്മ മറ്റേ കറിയുടെ? പിന്നെ അല്ലെങ്കിൽ അത് പറ്റിപ്പോത്തില്ലേ. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ചാറുണ്ട് കണ്ടോ, മതി. ഒത്തിരി ചാറ് വെക്കാതിരിക്കുന്ന ടേസ്റ്റ്. ഒത്തിരി ചാറായിരുന്നു വെള്ളം പൊഴിയുണ്ടോ, നല്ല കുറുകിയ ചാറ് കണ്ടോ കണ്ടോ. നമുക്ക് കടുകിടാവേ. കടുക് പൊട്ടാൻ പോകുന്നു. ഇപ്പം പൊട്ടും, പൊട്ടുന്നുണ്ട്, തുടങ്ങി. കടുക് പൊട്ടി. അതുകൊണ്ട് കത്തിരിമുളകും കൂടെ ഇടാൻ ഇവിടെ. ഇന്നത്തെ ഇച്ചിരി കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒന്നും കൂടെ. ഒന്ന് മൂക്കട്ടല്ലേ. രാവിലത്തെ പണിയുടെ വേർക്കുന്ന കേട്ടോ. നല്ല മഴയാണല്ലോ, എന്നെ വേർത്താ നിൽക്കും. നിങ്ങൾ ഈ അമ്മയാണ് ഇങ്ങനെ വേർത്തിരിക്കുന്നത്. നേരത്തെ പണ്ടുതൊട്ടേ എങ്ങനെയാണ് അടുക്കള കീറിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതാണ്. പിന്നെ രാവിലെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കേശുവായിട്ടുള്ള യുദ്ധത്തിലാണ് കൂടുതലും വേർക്കുന്നത്. കേശുവിൻ്റെ ഒപ്പം ഓടണ്ടേ നമ്മളെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ദേവിനൊക്കെ പോകാൻ വേണ്ടി അതാണ് ഞങ്ങളൊന്ന് തീർത്ത് വെച്ച്. അല്ലാതെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ലെന്ന് പറഞ്ഞാൽ കേശുക്കും നമുക്ക് ഒന്നിനും സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഉച്ചക്കത്തെ ചോറും രാവിലത്തെ കാപ്പിയൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. എല്ലാവരും അതൊക്കെ ഇന്നലെ ഇട്ടാൽ വലിയ വീഡിയോ എല്ലാവരും കണ്ടോ, എല്ലാവരും കാണണേ. നമുക്ക് എഴുതോട്ടെ. എൻ്റെ കരിയാപ്പിലയും കൂടെ ഇടാം. മൂത്ത് വന്നിട്ടുണ്ടോ? അതെല്ലാം ഒന്ന് മൂത്തു. തീ നമുക്ക് ഓഫ് ചെയ്യാം. പിടിക്കുന്ന സാധനം എടുത്തുകൊണ്ട് കേശു പോയി. നമുക്കിതെല്ലാം കൂടെ ഒഴിക്കാം. അവന് കളിപ്പാട്ടമൊന്നും വേണ്ട, അടുക്കളയിലെ സാധനങ്ങൾ. അതെ, അങ്ങനെ കടുക് വറുക്കണം. കടുക് പൊട്ടിച്ചെന്ന് അടച്ചു വെക്കാം. അവിടെ ഇരിക്കും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് ഇളക്കി വെക്കാം. അതെ, കടുക് പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ്. സൂപ്പർ കറിയാണ്. ചോറുണ്ണാനായിട്ട് നല്ല കറിയാണ്. ഇങ്ങനെ വെച്ച് നോക്കണം എല്ലാവരും. നല്ല കറിയാണ്. വെച്ചിട്ട് അഭിപ്രായം പറയണം. നമ്മൾ എന്നും ഒരു കറി തന്നെ വെക്കുമ്പോൾ അത് മാറി മാറി നമ്മൾ വെക്കുന്ന അനുസരിച്ചാണ് കറി ടേസ്റ്റ് വരുന്നത്. നല്ല കറിയാണ്. എല്ലാവരും വെച്ച് നോക്കണേ. എന്നിട്ട് കൂട്ടിയിട്ട് വിവരം പറയണേ.